ഹായ് ഗൈസ്, 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ ഈ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. ആദ്യത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മെത്തനോൾ ആണ്. നമ്മുടെ CH3നോട് OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കഹോൾ ആണ് മെത്തനോൾ എന്ന് പറയുന്നത്. മെത്തനോൾ ഒരു പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, ടോക്സിക് ആണ്. അതേപോലെ ഇതിന്റെ മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. അപ്പൊ ഇതിനെ വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാല് പണ്ട് കാലത്തൊക്കെ ഈ മരം ബേൺ ചെയ്തിട്ട് അതിലുണ്ടാകുന്ന വേപ്പേഴ്സ് ഇല്ലേ, ആ വേപ്പേഴ്സിനെ കണ്ടൻസ് ചെയ്തുകൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മരം ബേൺ ചെയ്തുണ്ടാകുന്ന വേപ്പേഴ്സിനെ കണ്ടൻസ് ചെയ്തിട്ടായിരുന്നു അതിനെയാണ് നമ്മൾ മെത്തനോൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് വുഡ് സ്പിരിറ്റ് എന്നുള്ള പേര് വന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ഒരു കാറ്റലിസ്റ്റിന്റെ ഉൾപ്രേരകത്തിന്റെ പ്രസൻസിൽ 573 കെൽവിനിൽ ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെത്തനോൾ കിട്ടും. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി 573 കെൽവിനിൽ ഒരു കാറ്റലിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മെത്തനോൾ കിട്ടുന്നത്. ഇനി മെത്തനോളിന്റെ കുറച്ച് യൂസസ് നോക്കാം. ഫോർമിക് ആസിഡ് ഉണ്ടാക്കാൻ, ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വാർണിഷ്, നമ്മുടെ വുഡൻ ഡോർസിലൊക്കെ കുറച്ച് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ് അടിക്കാറുണ്ട്. ആ വാർണിഷ് ഉണ്ടാക്കാൻ, പെയിന്റ് ഉണ്ടാക്കാനൊക്കെയാണ് മെത്തനോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് എത്തനോൾ ആണ്. CH3CH2OH ആണ്. അപ്പൊ ആദ്യം പഠിക്കുന്നത് എത്തനോളിന്റെ പ്രിപ്പറേഷൻ ആണ്. എത്തനോളിന്റെ പ്രിപ്പറേഷൻ നല്ലോണം ശ്രദ്ധിച്ചോ. ഫെർമെന്റേഷൻ ഓഫ് മൊളാസസ്. ഈ മൊളാസസ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഷുഗർ ഉണ്ടാക്കുന്നത്, പഞ്ചസാര എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിമ്പിനെ നമ്മൾ റിഫൈൻ ചെയ്യും. അങ്ങനെ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തിക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷൻ കിട്ടും. ഇതാണ് മൊളാസസ് എന്ന് പറയുന്നത്. തിക്ക് ആയിട്ടുള്ള ഈ ബ്രൗൺ ഷുഗർ സൊല്യൂഷൻ, ഇതിനാണ് നമ്മൾ മൊളാസസ് എന്ന് വിളിക്കുക. ഈ മൊളാസസിനെ ഫെർമെന്റ് ചെയ്യാം. ഇതിന്റെ ഫെർമെന്റേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എത്തനോൾ കിട്ടുന്നത്. അപ്പൊ അതിൽ രണ്ട് ആക്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ മൊളാസസിലെ ഈസ്റ്റ്, ഫെർമെന്റിങ് ഏജന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടാവും. അതിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം മൊളാസസിനെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് മാറ്റും. പിന്നെ ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഇതേ ഈസ്റ്റിലുള്ള സൈമേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉണ്ട്, അത് എത്തനോൾ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഫെർമെന്റേഷൻ ഓഫ് മൊളാസസ് വഴിയാണ് എത്തനോൾ ഉണ്ടാവുന്നത്. ഇപ്പൊ മൊളാസസിൽ ആദ്യം ഫെർമെന്റിങ് ഏജന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടാവും. ഈ ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ ഷുഗർ സൊല്യൂഷനെ, ഈ മൊളാസസിനാണ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് മാറ്റും. പിന്നെ ഈ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസിനെ ഈസ്റ്റിലുള്ള സൈമേസ് എന്ന് പറഞ്ഞ മറ്റൊരു എൻസൈം എത്തനോൾ ആക്കിയിട്ട് മാറ്റും. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു എത്തനോളിലെ അതിൽ 8 to 10% മാത്രമേ പ്യുവർ ആൽക്കഹോൾ, പ്യുവർ എത്തനോൾ ഉണ്ടാവുന്നത് 8 to 10% മാത്രമായിരിക്കും. അതിനെയാണ് നമ്മൾ വാഷ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പേരാണ് വാഷ്. ഇനി എത്തനോൾ പല തരത്തിലുണ്ട്. ഇപ്പം 8 to 10% എത്തനോളിനെ നമ്മൾ വാഷ് എന്ന് വിളിക്കുന്നു പറഞ്ഞു. ഇനി ഇതിലുള്ള ഈ പ്യുവർ എത്തനോള് 95.6% ആണെന്ന് വിചാരിക്കുക. ഈ വാഷിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഈ 8 to 10 എന്നുള്ളത് 95.6% ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ആ എത്തനോളിനെ നമ്മൾ എന്താ വിളിക്കുക അറിയോ? റെക്ടിഫൈഡ് സ്പിരിറ്റ്. അതായത് വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ 95.6% ആയിട്ട് മാറും. അതിനെ നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. പിന്നെയുള്ളത്, ഇത് 100% പ്യുവർ എത്തനോൾ ആണെങ്കിൽ അതിനെ നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ വെഹിക്കിൾസിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 20% ഈ ആബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും കൂടി ഒരുമിച്ച് ചേർത്താൽ നമുക്കിത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം. അതിനെ നമ്മൾ പവർ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. പിന്നുള്ളത്, ഈ എത്തനോൾ ഒരു ബിവറേജ് ആണ്, ആൾക്കാർ കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മാത്രമല്ല വേറെ പല ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എത്തനോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ എത്തനോൾ വേറെ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചാലും ആൾക്കാർ ഇത് ബിവറേജ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മിസ്യൂസ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇതിൽ ചില ടോക്സിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് മെത്തനോളും പിരിഡിനും ഒക്കെയാണ് ടോക്സിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാറുള്ളത്, ബിവറേജ് ആയിട്ടുള്ള ഇതിന്റെ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ടോക്സിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള എത്തനോളിനെ നമ്മൾ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്.
പിന്നുള്ളത് മീഥൈലേറ്റഡ് സ്പിരിറ്റ്, അതായത് ടോക്സിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ആ ആഡ് ചെയ്തിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് മെത്തനോൾ ആണ് എങ്കിൽ അതിന് നമ്മൾ മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി ഇതിന്റെ യൂസസ് നോക്കാം. യൂസസ് വരുന്നത് ഈ പവർ ആൽക്കഹോളും ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നുള്ളത് സോൾവെന്റ് ഫോർ മെഡിസിൻസ്, അതേപോലെ പെയിന്റിന്റെ മാനുഫാക്ചറിൽ, അതുപോലെ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കേടാവാതെ കുറെ കാലം നമ്മൾ സൂക്ഷിച്ചു വെക്കുക അല്ലെ, പ്രിസർവ് ചെയ്ത് വെക്കുക, അതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3OH മെത്തനോളും അതുപോലെ കാർബൺ മോണോക്സൈഡും കൂടി ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുന്ന സമയത്താണ് നമുക്ക് എത്തനോയിക് ആസിഡ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് CH3OH ആണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള മെത്തനോൾ ആണ് വരുന്നത്. ഈ മെത്തനോള് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എത്തനോയിക് ആസിഡ് കിട്ടുന്നത്. ഇനി എത്തനോളിനെ അസെറ്റോബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ പ്രസൻസിൽ ഫെർമെന്റേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് 5 to 8% ഉള്ള എത്തനോയിക് ആസിഡ് കിട്ടും. അതാണ് വിനെഗർ എന്ന് പറയുന്നത്. വിനാഗിരി ഇല്ലേ, നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മെത്തനോളും കാർബൺ മോണോക്സൈഡും കൂടിയാണ്. ഇനി അസെറ്റോബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് 5 to 8% ഉള്ള എത്തനോയിക് ആസിഡ് കിട്ടും. അതിനാണ് വിനേഗർ എന്ന് പറയുന്നത്. അപ്പൊ എത്തനോയിക് ആസിഡിന്റെ യൂസസ് എന്തൊക്കെയാ? ഒന്ന് വിനേഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അണുനാശിനി ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അസെറ്റിക് അൺഹൈഡ്രേറ്റ്, അസെറ്റേറ്റ് എസ്റ്റർ, സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ചില പോളിമേഴ്സിന്റെയും റെസിൻസിന്റെയും ഒക്കെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത കോമ്പൗണ്ട് എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ CH3COH ഒരു ആസിഡ് ആണ്. ആസിഡും ആൽക്കഹോളും കൂടി ചേരുമ്പോഴാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്നാണ് പറയാ. ഒരു ആസിഡും ഒരു ആൽക്കഹോളും കൂടി ചേരുമ്പോഴാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. ആ പ്രോസസ്സിന് നമ്മൾ എസ്ട്രിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റർ ഉണ്ടാവുന്നത് ഏത് ആസിഡ്? അത് CH3COH 2 കാർബൺസ് വരുന്ന എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡും അതുപോലെ എത്തനോളും, ആസിഡും അതുപോലെ ആൽക്കഹോളും, ഇത് രണ്ടും കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്റ്റർ ഇവിടെ കിട്ടുന്നത്. ഈ എസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും ജ്യൂസസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എസ്റ്ററിന് നല്ല സ്മെല്ലാണ്. ഈ ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒക്കെ സ്മെല്ലാണ് എസ്റ്ററിന്. അപ്പൊ എസ്റ്റർ നമ്മൾ ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും ജ്യൂസസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെഡിസിൻസ് ആണ്, അഥവാ ഔഷധങ്ങൾ. ഇപ്പൊ 4 കാറ്റഗറി ഓഫ് മെഡിസിൻസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ അനാൽജസിക്സ് ആണ്, അതായത് വേദന സംഹാരി. അതിന്റെ ഒരു എക്സാമ്പിൾ ആസ്പിരിൻ ആണ്. സെക്കൻഡ് വൺ ആന്റിപൈററ്റിക്സ് ആണ്, നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിൾ ആണ് പാരസെറ്റമോൾ. പിന്നെ ഉള്ളത് ആന്റിസെപ്റ്റിക്സ് ആണ്. മുറിവൊക്കെ പറ്റിയാൽ നമ്മൾ പെരട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡെറ്റോൾ ഒക്കെ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? അവിടെ വീണ്ടും വീണ്ടും ഒരുപാട് അണുക്കളൊക്കെ വന്നിട്ട് മുറി കൂടുതൽ വലുതാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും ബാക്ടീരിയസ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ കയറുകയാണെങ്കിൽ അതിനെയൊക്കെ തടയാനും അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിൾ പെനിസിലിൻ ആണ്. അപ്പൊ ഇതില് ഈ ആസ്പിരിന്റെയും പാരസെറ്റമോളിന്റെയും ഒന്നും കൂടി ശ്രദ്ധിക്കുക. പാരസെറ്റമോള് നമ്മൾ വേദന സംഹാരിയായിട്ട്, അനാൽജസിക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആന്റിപൈററ്റിക്സ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ആസ്പിരിൻ വരുന്ന സമയത്ത് അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, വേദന സംഹാരിയായിട്ട്. അതേപോലെ ആസ്പിരിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹാസ് ആന്റി ബ്ലഡ് കൊയാഗുലൻ പ്രോപ്പർട്ടി, അതായത് രക്തം കട്ട പിടിക്കുന്നതിന് ചെറുക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇത് ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരുന്നു. മെത്തനോൾ പഠിച്ചു, എത്തനോൾ പഠിച്ചു, പിന്നീട് നമ്മൾ എത്തനോയിക് ആസിഡ് പഠിച്ചു, എസ്റ്റർ പഠിച്ചു, ആൻഡ് ലാസ്റ്റ് 4 കാറ്റഗറി ആയിട്ടുള്ള മെഡിസിൻസും പഠിച്ചു. സോ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.